നമ്മൾ എടുക്കുന്നത് FSA സഭാകാലമാണ്. സഭാകാലങ്ങളുടെ ഒന്നാമത്തെ തുടങ്ങുകയാണ്. സഭാകാലങ്ങൾ രണ്ടാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം 1 മുതൽ ഒന്നാം സഭാകാലം തീരുന്നത് വരെ വായിക്കുക. വെളിപ്പാട് രണ്ടാമത്തെ അധ്യായം. അവിടെ ലൈവ് ഉള്ളവർക്ക് കേൾക്കണം. റോളിംഗ് ഉണ്ടെങ്കിൽ റോളിംഗ് ഉണ്ടാവും. വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം 1 മുതൽ 7 വരെ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്കു സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ, നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട ആ വേദഭാഗത്തിലെ കർത്താവെ, ആ വചനത്തിനുള്ളിലെ കർത്താവെ മർമ്മങ്ങൾ എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല കർത്താവെ. കർത്താവെ, അത് കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അതിന് തടസ്സമായി നിൽക്കുന്ന കർത്താവെ ഞങ്ങളുടെ സകല ബലഹീനതകൾ ഞങ്ങളിൽ നിന്ന് എടുത്തു നീട്ടി കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ കർത്തദാസനിലൂടെ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുന്ന വചനങ്ങളെ, ആ വചനത്തിലുള്ള മർമ്മങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ ബുദ്ധിയൊക്കെയും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളിലുള്ള കുറവുകളൊക്കെയും നീക്കി ഞങ്ങളുടെ കർത്താവെ കുറ്റങ്ങളൊക്കെയും അങ്ങ് ക്ഷമിച്ച് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കൃപയുള്ള നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. നമ്മൾ സഭാകാലങ്ങൾ എടുക്കുകയാണ്. മുൻപ് എടുത്ത് ഇത് 3ാമത്തെ തവണയാണ് എടുക്കുന്നത്. ഞാൻ വീട്ടിൽ വെച്ച് വായിച്ചപ്പോൾ തന്നെ മുൻപ് വെളിപ്പെട്ടതിനേക്കാൾ കുറച്ച് കൂടുതൽ കർത്താവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നു. ആലോചിക്കുക, 3ാമത്തെ സമയത്തായി സഭ തുടങ്ങിയ ശേഷം 6 വർഷം കഴിഞ്ഞു. കൂടുതൽ കർത്താവ് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ സഭാകാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കർത്താവ് തന്റെ ആത്മാവിനാൽ ഒരു സഭ തുടങ്ങി. അത് അപ്പോസ്തലന്മാരെ 12 അപ്പോസ്തലന്മാരെ നിരത്തിക്കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കർത്താവ് ഒരു സഭ തുടങ്ങി. എപ്പോഴും ഉൽപ്പത്തി മുതൽ നോക്കി അറിയാം, ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെയും നല്ലത് എന്ന് കണ്ട് എന്നാണ് അല്ലേ. ഓരോ ദിവസത്തെ ഉൽപ്പത്തി നമ്മളോട് പഠിച്ചാണ്. ഓരോ ദിവസത്തെ പ്രവൃത്തികളും നല്ലത് എന്ന് കണ്ടാൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഒരു സഭ തുടങ്ങിയാൽ അത് നല്ലത്. ആമേൻ. അത് പൂർത്തിയായതാണ്. പിന്നെ എന്തുകൊണ്ട് 7 ദൂതന്മാരെ നിയമിച്ചു, 7 സഭയ്ക്ക് കാലങ്ങൾ വെച്ചു, പലതരത്തിലുള്ള വിശ്വാസമായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കർത്താവിനറിയാം അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഏദൻ തോട്ടത്തിൽ തന്നെ ജീവവൃക്ഷം വെച്ചപ്പോൾ തന്നെ മരണവും അവിടെ വെച്ചു, പിശാചിനെ അവിടെ വെച്ചു. അപ്പോൾ പിശാച് അവിടെ ഉണ്ടാകേണ്ടത് എന്താണ്? എന്തിനാണ്? ഇപ്പോൾ നമ്മൾ വചനം വായിച്ചപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല, അവിടെ ലാസ്റ്റ് വായിച്ചെന്താണ്? ജയിക്കുന്നവന് ഞാൻ എന്ത് കൊടുക്കുന്ന പറഞ്ഞത്? എന്താണ്?
എവിടെ നിന്ന് കൊടുക്കുന്നു? എവിടെ നിന്ന് കൊടുക്കുന്നു? പാരദീസയിൽ. ഓക്കെ. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആർക്കാണ്? ജയിക്കുന്നവന്. അപ്പൊ ജയിക്കണമെങ്കിൽ എതിർക്കുന്നവൻ കൂടെ വേണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ് പ്രാപിക്കുന്നത് ഒരുവൻ. ഒരുവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഓടിയിട്ട് ഒരു വിശ്വാസി മാത്രം ജയിക്കുന്നല്ല. ഈ ഒരുവൻ എന്ന് കർത്താവ് പറഞ്ഞ നേരം മണവാട്ടി എന്നാണ്. മണവാട്ടികൾ എന്ന് ബൈബിളിൽ ഇല്ല. സഭകളെ ചേർക്കാൻ എന്നല്ല, സഭയെ ചേർക്കാൻ, മണവാട്ടിയെ ചേർക്കാൻ. കാര്യം എന്താ? മണവാളൻ ഏകൻ. ഒന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോ സഭ ഇവിടെ ഒന്നാമത്തെ സഭാകാർ ഏറ്റവും കാണാം, കാണാം. എഫേസോ സഭ ആ പരിശുദ്ധാത്മാവ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ വെള്ള കടയാണ്. അത് വിശ്വാസികൾ വളരെ കൂടുതൽ, അവിശ്വാസികൾ കുറവാണ്. കാരണം, ഒന്നാമത്തെ കാരണം, അന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക മാത്രമല്ല, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും മാത്രമേ അവർ സുവിശേഷം അറിയിച്ചത്. ഓക്കെ. ഈ അത്ഭുത അടയാളവും വീര്യപ്രവർത്തികളും ആർക്ക് വേണ്ടിയിട്ടാണ്? വിശ്വാസിക്ക് വേണ്ടിയിട്ടല്ല. എപ്പോഴും ഓർക്കുക, അത്ഭുതം, അടയാളം, രോഗശാന്തി എന്ന് ഞാൻ പറയുന്ന രോഗസൗഖ്യം കിട്ടുന്നതിനെ കുറിച്ചല്ല. ഇതെല്ലാം കാണിക്കുന്നത്, പ്രദർശിപ്പിക്കുന്നത് നമ്മൾ വചനം, സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ അത്ര നിങ്ങളുടെ അടുക്കൽ വരുന്നത്. നമ്മുടെ അടുക്കൽ വരുന്ന പരിശുദ്ധാത്മാവ് ആ വചനത്തിനുള്ളിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇത് പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ 3 ടൈപ്പും ആകർഷിക്കപ്പെടണം. അടയാളം എപ്പോഴും ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ യേശു വന്നപ്പോഴും അത്ഭുതം അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തപ്പോഴാണ് ആള് കൂടിയത്, അല്ലേ? അത് കഴിഞ്ഞപ്പോ അടയാളം എന്താ? അവർക്ക് ആഹാരം കൊടുത്തു, തിന്നാൻ കൊടുത്തു. വീണ്ടും 5000-ലധികം ആൾക്കാർ വന്നു. അന്ന് സംസാരിച്ച അതേ യേശു തന്നെ അവരുടെ ഒരു വചനം മർമ്മമായി സംസാരിച്ചപ്പോൾ എല്ലാവരും പോയി. എന്തായിരുന്നു പറഞ്ഞത്? ഞാനാകുന്നു സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ, ഇത് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്, വേറെ പറഞ്ഞിരിക്കുന്നത്, എന്റെ രക്തം കുടിക്കാതെയും എന്റെ മാംസം തിന്നാതെയും ഇരിക്കുന്നവനിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസി കേൾക്കുന്നവരിക്കും ഈ മനുഷ്യനെ തിന്നാനോ? ഇതാണ് യേശുവിന്റെ രീതി. അപ്പോൾ ഒന്നാമത്തെ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധാത്മാവിനെ നൽകിയത് ദൈവവചന അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മർമ്മമായിട്ടത്രേ പ്രസ്താവിക്കുന്നത്. എന്നാൽ യോഹന്നാൻ 14-ാമത്തെ അധ്യായം 12 മുതൽ വായിച്ചാൽ അറിയാം, യേശു പറഞ്ഞു അനേകം കാര്യങ്ങൾ. ഇനിയും യേശുവിന് പറയാനുണ്ട്. ഓക്കെ. 16 യോഹന്നാൻ 16-12 മുതൽ. എന്നാൽ യോഹന്നാൻ 14-26 നോക്കിയാൽ അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിച്ച് സകല സത്യത്തിൽ വഴിനിർത്തും. അതായത് രഹസ്യങ്ങളെല്ലാം പറയും. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരോട് സംസാരിച്ചപ്പോഴോ അവർ പറഞ്ഞു ഞങ്ങൾ മർമ്മമായിട്ട് അത്രേ പ്രസ്താവിക്കുന്നത്. അപ്പോ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ മർമ്മമായിട്ടും ഗൂഢമായിട്ടും സാദൃശ്യമായിട്ടും പറഞ്ഞ രഹസ്യം എപ്പോൾ വെളിപ്പെടുത്തും? അന്ത്യനാളിൽ. അതാണ് ഈ സമയം. ഈ സമയം ഏതാണ് ശരി തെറ്റെന്ന് അറിയാൻ കഴിയാത്ത തരത്തിൽ ഇരുളായിരിക്കുന്ന സമയം. അതായത് ഒന്നാമത്തെ എഫെസോ സഭയിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം ഒരു സഭ തുടങ്ങി. അവിടെ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരാത്മാവ്, ഒരു ഉപദേശം. ഈ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയത് കൊണ്ട് തെറ്റിപ്പോകുന്നവരെ യഥാസ്ഥാനത്താക്കുന്നതിന് വേണ്ടിയിട്ടും തെറ്റി നിൽക്കുന്നവരെ കാണിക്കുന്നതിനുമാണ് ബാക്കിയുള്ള സഭകളെ കാണിച്ചിരിക്കുന്നതും ഏഞ്ചൽമാരെ കാണിച്ചിരിക്കുന്നതും. ഓക്കെ. അപ്പോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിനിടയിൽ എപ്പോഴെങ്കിലും കുറേശ്ശെ പറയാം, ഇതിലേക്ക് കാണാം. അപ്പൊ ഒന്നാമത്തെ എഫെസോ സഭ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ഇപ്പോ ഇങ്ങനെയല്ലേ മനസ്സിലായിരിക്കണം? ഓക്കെ. അപ്പോ പരിശുദ്ധ ഇങ്ങനെ 12 വരുന്നതായിരിക്കുക. 12 അപ്പോസ്തലന്മാരെ നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇവരിലേക്ക് അയച്ചു പുതിയ നിയമസഭ തുടങ്ങുകയാണ്. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ഈ വിശ്വാസം എന്താണോ ഇത് തന്നെ ആയിരിക്കണം യേശു ക്രിസ്തു തിരികെ വരുന്ന സമയത്തുള്ള സഭയിൽ.
അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം തുടങ്ങിയ സഭയെ തെറ്റിക്കുവാനായി ആര് വന്നു? പിശാച് വന്നു. ശരിയാണോ? അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം പുതിയ സഭ തുടങ്ങി. അവിടെ ഒരു നാമം നൽകി. നമുക്ക് ഇപ്പോൾ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 4:12 സ്വർഗ്ഗത്തിലായ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകിയ ഏക നാമം കർത്താവായ യേശുക്രിസ്തു. ഈ നാമത്തെ തെറ്റിക്കാനായിട്ട് 4:17-18 വാക്യം വായിച്ചതറിയാം. ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ ആ ഒരു നാമം യാതൊരു മനുഷ്യനോടും ഈ നാമം ഉണ്ടരുത്. യേശു എന്ന നാമം അശേഷം ഉണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പൊ നമ്മളിപ്പോ വായിച്ച വേദഭാഗത്തിന്റെ അവസാനം വായിച്ചത് ജയിക്കുന്നവൻ. അപ്പൊ ജയിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഓട്ടക്കടലിൽ യാത്ര ചെയ്യണം. തോൽപ്പിക്കാൻ ഒരുത്തനുണ്ടായിരിക്കും, തെറ്റിക്കാൻ ഒരുത്തനുണ്ടായിരിക്കും. അങ്ങനെ ഒന്നാമത്തെ സഭാകാലത്തിൽ 12 അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് കർത്താവ് വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ സഭയ്ക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു എതിർ ക്രിസ്തുക്കൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ജയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയില്ല. എങ്കിൽ എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് തന്നെ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരാതെ എന്തിനു വേണ്ടി 7 ദൂതന്മാരെ അയച്ചു? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതൊക്കെ വായിക്കണം. ഞാൻ ഇന്നലെ ഗ്രൂപ്പിനകത്ത് പറയാൻ വിചാരിച്ചാണ്, ഇന്ന് എടുക്കുന്നത് FSS സഭാകാലമാണ്, നിങ്ങൾ എല്ലാവരുടെ വീട്ടിൽ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് പറയാൻ വിചാരിച്ചാണ്. ആരും കേൾക്കാറില്ല, അനുസരിക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. താല്പര്യമുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച കൊണ്ട് എടുത്ത് തീരില്ല, ഏകദേശം 3-4 ആഴ്ച കൊണ്ട് എടുത്ത് തീരുള്ളൂ. നിങ്ങൾ ഓരോ അധ്യായങ്ങളും വായിച്ചിട്ട് വരിക. വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചോദ്യം ഉണ്ടാകണം. മനസ്സിലാകാത്ത കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, നിങ്ങൾ വീട്ടിൽ വെച്ച് ചോദിച്ചിട്ട് പൂർണ്ണമായി മനസ്സിലായില്ല, വെളിപ്പെട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ പ്രാർത്ഥനയോടെ അവിടെ ആയിരുന്നാൽ ഉൾപ്പെട്ട് നിൽക്കുന്ന പുരോഗതിയിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഇവിടെ പഠിപ്പിക്കും കർത്താവ്. അപ്പൊ ഒന്നാമത്തെ സഭാകാലത്തിൽ പരിശുദ്ധാത്മാവ് നൽകി പരിശുദ്ധാത്മാവ് ജയിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ എന്തിന് ഒരു ദൂതനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു? ഒരു മനുഷ്യനെ പൗലോസിനെ തെരഞ്ഞെടുത്തത്. അപ്പോ ഒന്നാമത്തെ സഭാകാലത്തിൽ 12 അപ്പോസ്തലന്മാരെ നൽകി തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനെ അയച്ചു. എന്നാൽ അതേ സഭയിൽ തന്നെ ദൈവവചനത്തെ ധിക്കരിക്കുന്നതിനായി ഇന്നുകാര് മഹാപുരോഹിതന്മാർ. ജനം ഏറിയ ഭാഗം ആരെ കേൾക്കും? മഹാപുരോഹിതന്മാരെ കേൾക്കും. ഇവരോ ഈ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ആരും സുവിശേഷം ചെയ്യുവാൻ താല്പര്യമുണ്ടായിരുന്നവരല്ല. അവർ ജനിച്ചു വന്ന സമുദായത്തിന്റെയോ കുലത്തൊഴിലിന്റെയോ ഭാഗമായിട്ട് അവരവർ ഓരോ തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഒരു വ്യക്തിയും ഞാൻ സുവിശേഷകനാകണം, വചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്നവരല്ല. ഞാനിപ്പോ ഒരു വായിച്ചു, ക്വസ്റ്റ്യൻ ആൻസറിൽ വായിച്ചു, 62ാമത്തെ വർഷത്തിൽ സംസാരിച്ചാണ്. അതിനകത്ത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ചോദ്യം, 105, 106 ചോദ്യത്തിന്റെ താഴെ വരെയാണ്. ഒരിക്കലും ഞാൻ പ്രാസംഗികനാകും, പാസ്റ്ററാകും, സുവിശേഷകനാകും, യുവാഞ്ചലിസ്റ്റ് ആകും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കില്ല എന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. യേശു പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കലേക്ക് എത്ര പേരെ വിളിച്ചു? 70 ശിഷ്യന്മാരെ യേശു വേറെ വിളിച്ചു. അവരാരും നിന്നില്ല. അത് നമുക്കൊരു മോഡലാണ്, റോൾ മോഡലാണ് ഓരോരുത്തരെ. എന്നാൽ പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കലേക്ക് വന്നവരോ ഒരിക്കലും സുവിശേഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരെ അല്ല. സുവിശേഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ഈ അപ്പോസ്തലപ്രവൃത്തി 4:17-18 യേശുക്രിസ്തു നാമം അശേഷമുണ്ടെങ്കിൽ ആരോടും ഉപദേശിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ സുവിശേഷം ചെയ്യണമെന്നും അതുകൊണ്ട് കഴിഞ്ഞ വർഷം പ്രവാചകന്റെ മെസ്സേജാണ്, സുവിശേഷം ചെയ്യാൻ അനേകർ മുമ്പോട്ട് വരുന്നത് വസ്ത്രം വാങ്ങിക്കാനാണ്, പണസമ്പാദനത്തിനാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതെന്ന് പറഞ്ഞു കേൾക്കുന്നതിനാണ്, പണസമ്പാദനത്തിനാണ്. നമുക്കറിയാം അങ്ങനെയുള്ള സഭകൾ ധാരാളമുണ്ട്. ദൈവം പ്രവർത്തിക്കുമെന്നുണ്ട്. പക്ഷെ ദൈവത്തിന് തന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തരത്തിലും സുവിശേഷം ചെയ്യില്ല. അതിനകത്ത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ പൗലോസ് വിശ്വസിക്കുന്നിരുന്ന സമയത്ത് അവൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ച് നടന്നവനാണ്. അവരെ വിളിച്ചിട്ട് സുവിശേഷം ചെയ്യാനായിട്ട് വിളിച്ചാവും വരുമോ? ഒരിക്കലും വരില്ല. അവൻ ഓടുകയുള്ളൂ, പുറകോട്ട് ഓടും. അങ്ങനെ ഉള്ളവരെ അറിയിക്കില്ല, എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നവരെ മാത്രമേ കർത്താവ് പുരോഹിതനാക്കുകയുള്ളൂ. ചോദ്യോത്തരങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. മോശ എന്ന് പറഞ്ഞു, ഞാൻ വരാൻ കർത്താവ്, നീ എന്നെ എടുത്തോന്നാ പറഞ്ഞു. ഇല്ലല്ല, എനിക്ക് പറ്റില്ല, ഞാൻ വിൽക്കലാണ്, എനിക്ക് സംസാരിക്കാനും കഴിയില്ല. ദൈവം ഉപയോഗിച്ചവരെല്ലാം അങ്ങനെ തന്നെ. ഒരു യോഗ്യതയും ഇല്ലാത്ത, ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളെയാണ് ദൈവം വിളിച്ചത്.
പൗലോസിനെ അങ്ങനെ തന്നെ വിളിച്ചിട്ട് അവന്റെ ഒരു പാണ്ഡിത്യവും ദൈവം ഉപയോഗിച്ചില്ല. 3.5 വർഷത്തോളം മണലാരണ്യത്തിൽ പറഞ്ഞു വിട്ട് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ പഠിച്ച ശേഷമാണ് ദൈവം അവനെ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ അവരൊരിക്കലും സുവിശേഷം ചെയ്യാൻ ആഗ്രഹിച്ചവരല്ല. ആഗ്രഹിച്ചവന് ദൈവം ഉപയോഗിക്കില്ല, ആഗ്രഹിക്കാത്തവനെ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ ആഗ്രഹിച്ചവൻ പറഞ്ഞു, ഇവർ പറയുന്നത് കേൾക്കരുത്. അത് എങ്ങനെയാണ് ഇവിടെ നിവർത്തിയാവുന്നത്? ഇവിടെ മനസ്സിലായോ? നമ്മുടെ ഇതേ വിശ്വാസത്തിലോ പെന്തക്കോസ്തിലോ എവിടെയെങ്കിലും ഇരിക്കുന്നവർ ഈ പുരോഹിത വർഗ്ഗമെല്ലാം ആകാൻ ആഗ്രഹിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുനാൾ പോലെ നേർച്ച നേരുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഭേദമായാൽ സുവിശേഷം ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. ഇങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ പിശാച് ഉപയോഗിക്കും? നമുക്ക് അവിടെ നോക്കിയാൽ മതി. ഒന്നാമത് ആദ്യം പുറത്തുള്ള കാര്യം പറയാം. അപ്പോസ്തലന്മാരുടെ വിശ്വാസപ്രകാരമുള്ള ബൈബിളുമായി നിൽക്കുന്നവർ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മങ്ങളെ വിട്ടുകളഞ്ഞിട്ട് അവർ ഭക്തിയുടെ മൂർച്ച കൂട്ടും. അതാണ് നമ്മളെ സഭ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ. ഇനി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഈ ഒരു വിശ്വാസത്തിൽ തന്നെ അവസാന സഭാകാലത്ത് തെരഞ്ഞെടുക്കുന്ന ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർ എങ്ങനെയായിരിക്കും? ഈ സഭാകാലത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നത് ഈ ഉപദേശം എന്ന് പറയുന്നത് കഠിന ഉപദേശമാണ്, നിൽക്കാൻ പ്രയാസമുള്ളതാണ്, മുറിവേൽക്കുന്നതാണ്, മനസ്സിന് വിഷമമുണ്ടാക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നൽകുന്നത് അങ്ങനെ തന്നെ പറയുന്നതാണ്. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ജനത്തെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോഴും ഇവിടെയും നിൽക്കുന്ന പുരോഹിതൻ ഇതേ ആത്മാവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ വചനം അങ്ങനെ തന്നെ പറയും. കഠിനമായി പറയുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ കഠിന വാക്ക് കേട്ടിട്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ താല്പര്യമാണെങ്കിൽ കർത്താവിനോടൊപ്പം പോകും. ഇതിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് ഇതേ സുവിശേഷ പ്രവാചകൻ പറഞ്ഞ പ്രകാരം ഈ സുവിശേഷം ഞങ്ങൾ കൺവെൻഷൻ കേട്ടു. ഞാൻ ഇവിടെ പറഞ്ഞില്ല, തന്റെ കൺവെൻഷൻ കേട്ടു. അതിനകത്ത് പലതരം ഉപദേശമുള്ളവരുണ്ട്, പലതരം ഉപദേശം. അപ്പൊ ഈ സഭയിൽ 7ാമത്തെ വിളിച്ചു വേർതിരിച്ചപ്പോ വില്യന്മാരും ബ്രഹ്മാങ്ങളുടെ കർത്താവ് സംസാരിച്ച ഈ സഭയിലും ആ ആത്മാവിന്റെ പ്രേരണയാൽ കഠിനമെന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കുന്ന വ്യക്തികളുമുണ്ട്. പല ഭാഗങ്ങളും വേദനിക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് മൃദുവായിട്ട് സംസാരിക്കുന്നവരുണ്ടാകുന്ന ഒരേ മെസ്സേജിന്റെ കീഴിൽ തന്നെ ഉപദേശം കഠിനമാണ്, വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന് പറയുമ്പോൾ പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് 156 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെയും പറയുന്നു പച്ചവെള്ളവും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് കഴിയേണ്ടി വന്നാലും കഠിനമായി ഉപദേശിക്കുമ്പോൾ ജനം കുറയും. പക്ഷെ അവിടെ ജനം കൂടണമെങ്കിൽ ഇതേ സന്ദേശത്തിൽ തന്നെ നിൽക്കുന്നവർ എങ്ങനെ സംസാരിക്കും? മുൻപിലിരിക്കുന്ന വിശ്വാസികളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി യഥാർത്ഥ ദൈവത്തിന്റെ വചനത്തെ ഈ സഭാകാലത്തിൽ പറയുന്നുണ്ട്. വസ്ത്രധാരണത്തെ കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും സംസാരത്തെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചും എല്ലാം അവർ തെറ്റാണെങ്കിലും അത് കഠിനമായി ഉപദേശിക്കാതെ അവരെ മൃദുവായി തട്ടി തലോടി വിടും. അങ്ങനെ വിടുന്ന പുരോഹിതനും മരണത്തിലേക്ക്, ആ ഉപദേശം കേട്ടു പോകുന്ന വിശ്വാസികളുടെ മരണത്തിലേക്ക്. ദൈവത്തിന്റെ രീതി, ദൈവത്തിന്റെ വചനം കൃത്യമായി പറഞ്ഞേക്കുക. അവിടെ ആള് കുറയും, അവസാനത്തോടെ നിൽക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോ 7ാമത് വിളിച്ചു കൂട്ടിയ സഭയ്ക്കകത്തും ഈ കഠിനമായി പറയാതെ ജനങ്ങളുടെ പ്രീതിക്ക് എപ്പോഴും പറഞ്ഞതുപോലെ എന്തിനെങ്കിലും സുഖത്തിനോ സൗകര്യത്തിനോ പണത്തിനോ വസ്ത്രങ്ങൾക്കോ ആഹാരത്തിനോ എന്തിനെങ്കിലും വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിൽ ആരെയും വേദനിപ്പിക്കില്ല എന്നാ പറയുന്നത്. ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞത് എനിക്ക് നിങ്ങളാരും വേദനിപ്പിക്കുന്നത്, പക്ഷെ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് അങ്ങനെ ആയി പോണതാ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ ചെന്ന് ഇതിന്റെ റെക്കോർഡ് ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് പറയും, അമ്മയും പറഞ്ഞില്ല ഇത്രയും പറയുന്നു, കഠിനമായിട്ട് പറയണം. ഞാൻ പറയും ഞാനല്ല, മുമ്പിൽ നിൽക്കുന്നവർ ശരിയായി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനെ തെറ്റിക്കുവാൻ ആ വ്യക്തികൾ എവിടെ ഉണ്ടായിരുന്നു? യേശു പറഞ്ഞു ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരികയും ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടുകയും ചെയ്യുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് അവസാന സഭാകാലത്തിലും ആദ്യ സഭാകാലത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യ സഭാകാലത്തിൽ എവിടെ എഴുന്നേറ്റ് വന്നു? സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ മഹാപുരോഹിത വേഷം ധരിച്ചിരുന്നവർ വന്ന് ഈ നാമാശേഷം ഉണ്ടെന്ന് ആരോട് ഉപദേശിക്കരുത്. എന്നാൽ ഇവിടെ വരുന്നവരോ ഈ നാമം തന്നെ പറയും. പക്ഷെ എന്ത് ചെയ്യും? കഠിനമായി ശാസിക്കുകയോ ഉപദേശിക്കുകയോ, വേദനിച്ചാലോ ജനം കുറഞ്ഞാലോ സമ്പത്ത് കുറഞ്ഞാലോ സൗഭാഗ്യം മറ്റുള്ളവർ നല്ലത്, പ്രവാചകൻ പറയുന്നത് അവരുടെ പ്രീതിക്കായി അവരുടെ മുമ്പിൽ നല്ലതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയില്ല എന്ന് പ്രവാചകൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, അപ്പോ ഇവിടെ പൗലോസിനെ കർത്താവ് നിർത്തി. ശ്രദ്ധിക്കാം, 1ാമത് ലൈവിലുള്ളവർക്കാണ് അതിന് ഞാൻ ക്യാമറ അടുപ്പിച്ചു വെച്ചത്.
ചോദിച്ചിട്ടുണ്ട്. അതെ, ഒന്നാമത്തെ എഫെസോ സഭ ദൈവം വിളിച്ചു 12 അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സംസാരിച്ചപ്പോൾ എതിർക്കുന്നവർ പാരമ്പര്യമുള്ള പൗരോഹിത്യ വേഷത്തോടും നമ്മൾ എന്താ പറയാ പ്രവാചകൻ പറഞ്ഞ അവരുടെ പാണ്ഡിത്യം, ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു വരുന്ന സംസാരം എങ്ങനെയായിരിക്കും? എന്റെ സംസാരം ഇങ്ങനെ കേട്ട ഈ രണ്ടു തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവര് സൗമ്യമായി എളിമയ നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം, ആ ഒരു രീതി ആദ്യം മുതൽ വചനം വായിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് പഠിച്ചിട്ട് വരുന്ന ആ ഒരു ശൈലിയിൽ അവർ സംസാരിക്കും. പക്ഷെ ഈ അപ്പോസ്തലന്മാർ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. കർത്താവ് എല്ലാവരും വഴിവെക്കുന്ന പിടിച്ചുകൊണ്ട് വന്നതാണ്. സുവിശേഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരല്ല. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നവരും ശാസ്ത്രീയമായി പഠിച്ചവരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പോൾ ഇവരെ എതിർക്കുന്നതിനായി ഇത് അപ്പോസ്തലന്മാരുടെ വിശ്വാസം കേൾക്കാൻ ആൾ കുറവാണ്, വേദന ഉളവാക്കുന്നതാണ്. ഇവരുടെ സംസാരം സൗമ്യമാണ്, സ്നേഹസ്പർശമാണ്, പക്ഷെ മരണത്തിലേക്കാണ്. അങ്ങനെ അനേകം പേർ തെറ്റിലേക്ക് പോയപ്പോൾ ദൈവം ഇവിടുന്ന് ഒരു ഏഞ്ചലിനെ സ്വർഗം നയിക്കുകയാണ്. ഒന്നാമത്തെ സഭാദൂതന് ദൈവം അയക്കേണ്ട ഒരു ആവശ്യകത ഒരു ഏഞ്ചലിന് നമ്മൾ പരിശുദ്ധാത്മാവ് നൽകി ഇതിനെ ജയിക്കാൻ ആർക്ക് കഴിയില്ല. അപ്പോസ്തലന്മാരെ വിളിച്ചു, അവരെല്ലാം തീവ്രത കുറഞ്ഞവർ, പക്ഷെ പറയുന്ന വാക്കുകൾ കഠിനമായപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം അവരാരും കേട്ടിട്ടില്ല. എന്നാൽ ഈ പാരമ്പര്യത്തിലുള്ളവർ പറയുന്നത് കേട്ട് അനേകർ തെറ്റിപ്പോയപ്പോൾ ദൈവം ഒരു ഏഞ്ചലിനെ ഭൂമിയിൽ നയിച്ചു. ആ കാലത്ത് അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ നിന്ന് ഇത് ഏകദേശം 3.5 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് പൗലോസ് തെരഞ്ഞെടുക്കുന്നത്. 14 വർഷം, ഏകദേശം 14 വർഷം കഴിഞ്ഞ ശേഷം പൗലോസിനെ തെരഞ്ഞെടുക്കുന്നു. പൗലോസിനെ തെരഞ്ഞെടുത്ത ഒരു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇവിടെ കർത്താവ് ഒരു സിംഹത്തെ, സിംഹം 4 ജീവികളുണ്ട്, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ സിംഹം എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്ന സിംഹമാണ്. നമ്മൾ വചനം വായിച്ച് സിംഹം ഗർജിക്കുന്നു, ആ ഭയപ്പെടാതിരിക്കും. കാര്യം വനത്തിലെ രാജാവായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് സിംഹത്തെയാണ്. ആ സിംഹം രാജാവിന് എന്തോ പറയുവാനുണ്ട്, അതിനിടയിലൂടെ നമ്മൾ മിണ്ടരുത് എന്ന് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും അനുസരിച്ച് പോകുന്നുവെങ്കിൽ സഭയിൽ യേശു ക്രിസ്തുവിനെ സിംഹമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് എതിർ ക്രിസ്തുക്കൾ പറഞ്ഞ് ജനമെല്ലാം കേൾക്കാതെ പോയപ്പോൾ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ഏഞ്ചലിനെ അയച്ചിട്ട് പൗലോസ് അപ്പോസ്തലനെ തെരഞ്ഞെടുത്ത് ഒന്നാമത്തെ ഏഞ്ചൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് സിംഹമാണ് അടയാളം, ഗർജിക്കുന്ന സിംഹം. 4 ജീവികളുണ്ട്, ഓരോ സഭാകാലം വരുമ്പോൾ അത് പറയാം. അപ്പോൾ തന്നെ ഇത് ഈ എതിർക്കുന്നവൻ ഇതിവിടുന്ന് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. ഈ എതിർക്കുന്ന മഹാപുരോഹിതന്മാരുടെ ഉള്ളിലേക്കും ഒരു ആത്മാവ് വന്നു. അത് എവിടെ വന്നത്? വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം വായിക്കുക, 1-ാമത്തെ വാക്യം. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഇന്നിപ്പോ നമ്മൾ പഠിക്കുകയാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾക്ക് ഇത് അറിയില്ല. 7-ാം സഭാകാലത്തിലാണ് ദൈവം തന്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന സമയത്താണ് നമുക്കിപ്പോ മനസ്സിലായത്. നോക്കൂ, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം എഴുതുമ്പോൾ യേശു ക്രിസ്തു ജയിച്ചവനാണ്. ഇപ്പോൾ ഒരുത്തൻ വരുന്നു, 1-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോസ്തലന്മാർക്ക് 4:17-18 പറയുവാനായി അന്നത്തെ മഹാപുരോഹിതന്മാരിലേക്ക് വന്നത് വെള്ളക്കുതിര പുറപ്പെട്ടു വന്ന എതിർ ക്രിസ്തു. യേശു ക്രിസ്തു വെള്ളയാണ്, വെളിച്ചമാണ്, ആ വെള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഇവിടെ എതിർ ക്രിസ്തുവും വെള്ള തന്നെ ധരിച്ചിരിക്കുന്നു. ഓക്കെ, പക്ഷെ അവരുടെ കയ്യിൽ വില്ലുണ്ട്, എന്തില്ല? അമ്പില്ല. അതാണ് അലറുന്ന സിംഹം പോലെ. അവൻ സിംഹമല്ല. ഒരു വില്ലുണ്ടെന്ന് കാണിക്കും, പക്ഷെ നമ്മൾ പേടിക്കേണ്ട, അമ്പില്ല. അമ്പുണ്ടെങ്കിലാണ് അത് കൊല്ലുന്നത്. പക്ഷെ അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. എപ്പോഴാണ് അമ്പ് വരുന്നത്? എപ്പോഴാണെന്നറിയാം? അത് അടുത്ത സഭാനത്ത് പഠിപ്പിക്കാം. അവന് പാതാളം എന്ന് പറയും, മരണം അവന്റെ പിന്നാലെ ഉണ്ട്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദുരുപദേശം.
ആ ദുരുപദേശം കൊന്നുകളെ, പക്ഷെ വില്ല് മാത്രമേ കയ്യിലുള്ളൂ. അതും ഒരു തന്ത്രമാണ്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നതെന്ന് കാണിക്കുവാനാണ്. എന്നാൽ അവന്റെ വായിൽ നിന്ന് തെറ്റായ ഉപദേശം മരണത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ ദൈവം ഏഞ്ചലിനെ അയച്ച് പൗലോസ് അപ്പോസ്തലനെ സിംഹം എന്ന മൃഗത്തിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇവർ സംസാരിക്കുന്നത് ഈ അപ്പോസ്തലന്മാർ 12 പേരല്ല 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മധ്യാസനം അവർ കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. മഹാപുരോഹിതന്മാരെ എതിർക്കുന്നതിന് വേണ്ടി സിംഹത്തിന്റെ ഗർജനവുമായിട്ട് വ്യക്തമായിട്ട് അവൻ പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു അപ്പോസ്തലൻ സംസാരിച്ചിട്ടില്ല. ഗലാത്യയിൽ പൗലോസ് സംസാരിച്ചവരായ സന്തതി. ഗലാത്യർ 1:8-9 നോക്കുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. ആര് പറയും? ഇവർക്ക് പറയാൻ പറ്റൂല. ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ദൈവം സാധാരണ ഒരു മനുഷ്യനെ ഈ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുമ്പോൾ തന്നെ അവൻ ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് നിൽക്കുന്നവരെ ഉപദ്രവിക്കുന്നതിനുള്ള അധികാരപത്രവും വാങ്ങിക്കൊണ്ട് പോകുന്ന വഴിക്കാണ് കർത്താവ് അവനെ പിടിച്ചെടുക്കുകയും അവന്റെ ക്രിസ്തുവിന് എതിരായിട്ടുള്ള പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് തന്നെ പിന്നത്തെ കർത്താവ് അയച്ചിട്ട് അവൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പറഞ്ഞു. ഇതാ കർത്താവിന്റെ രീതി. പറയില്ല എന്ന് പറയുന്നവനെ ദൈവം ഉപയോഗിക്കും, പറയുമെന്ന് പറയുന്നവനെ ഉപയോഗിക്കില്ല. അപ്പോൾ തന്നെ അവൻ പറയാണ്, ഇതുപോലെ തന്നെ ഗലാത്യർ 5 പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പഠിപ്പിച്ചാൽ അവനെ അംഗച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ കുറിച്ച്. യേശു പറഞ്ഞു. പക്ഷെ ഈ ഗർജിക്കുന്ന സിംഹത്തിന്റെ ശബ്ദത്തോടുകൂടി വന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവരാരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ മെയിൻ 1-ാമത്തെ സഭാകാലം എഫെസോസ് സഭ. എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം അയഞ്ഞത് എന്നാണ്. 1-ാമത്തെ എഫെസോസ് സഭയിൽ 11 അപ്പോസ്തലന്മാരെ നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം ഒരു സുവിശേഷം തുടങ്ങിയപ്പോൾ ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന യേശു പറഞ്ഞ പ്രകാരം അന്നത്തെ മഹാപുരോഹിതന്മാർ എഴുന്നേറ്റ് ഇവരിലൂടെ എന്ത് നാമം നൽകിയോ, എന്ത് അധികാരം നൽകിയോ അതിനെല്ലാം ധിക്കരിച്ച് ജനമെല്ലാം ആ ഭാഗത്തേക്ക് പോയപ്പോൾ പിന്നെ ഒരു ഏഞ്ചലിനെ നൽകിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച സിംഹത്തിന്റെ കൃത്യം പോലെ 1-ാമത്തെ മുദ്രയുടെ കീഴിലാണ് 1-ാമത്തെ സഭാകാലം വരുന്നത്. 1-ാമത്തെ മുദ്ര ഇപ്പൊ ലാസ്റ്റ് വില്യമാരി ബംഗാമിലൂടെയാണ് മുദ്ര തുറന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടാത്തതിന്റെ കാരണം വെള്ളക്കുതിരപ്പുറത്ത് വന്ന എതിർ ക്രിസ്തു പറഞ്ഞതാണ്. അവർക്ക് മത്തായി 28:19 ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ അത് കേൾക്കാനല്ല യേശു പറഞ്ഞത് നാമത്തിൽ ചെയ്യുവേൻ. അപ്പൊ നാമം ഇല്ലാത്തതിനെ ചൂണ്ടിക്കൊടുത്തത് ഈ 1-ാമത്തെ കുതിരപ്പുറത്ത് വന്ന എതിർ ക്രിസ്തു ഈ മഹാപുരോഹിതന്മാരുടെ ഉള്ളിലാണ്. ഇന്ന് കത്തോലിക്ക മതത്തിൽ പെന്തക്കോസ്തലർ ഉള്ളവരുടെ ഉള്ളിലിരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് എന്നാൽ പ്രവാചകൻ രാവിലെ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ എവിടെയെങ്കിലും ആരാധിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ സുമോട്ടിയോട്ടെ എവിടെയെങ്കിലും ആരാധിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പെന്തക്കോസ്തലിനെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. ഈ സഭയിൽ എല്ലാവരെയും കൂടെ വലിച്ചിട്ട് ഇവിടെ അടിയും വഴക്കം ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പോകേണ്ടവൻ പോകണം. പക്ഷെ എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. അവർ അന്യനെ അറിയായികയാൽ അന്യനെ വിട്ടു ഓടിപ്പോയും. അന്യനെന്ന് നമ്മൾ അറിയുന്നില്ല, നമുക്കറിയാവുന്ന ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ പോകുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചു. 1-ാമത്തെ കുതിരപ്പുറത്ത് വന്ന എതിർ ക്രിസ്തുവാണ് ഈ നാമത്തെ നിഷേധിച്ചത്. അവരുടെ മക്കളുടെ വിവാഹത്തിന് യേശു ക്രിസ്തു നാമം ഉപയോഗിക്കില്ല. കൊലോസ്യർ 3:17 പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യും. ഇത് ദൈവ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം. ഇത് ചെയ്യുന്നവരെ സ്വർഗരാജ്യം പ്രാപിക്കുള്ളൂ. എന്നാൽ ഇന്ന് കാണുന്ന എല്ലാ സഭകളിലും അവരുടെ നിൽക്കുന്ന ഏതാണ്? എതിർ ക്രിസ്തുവാണ് അവരുടെ ഉള്ളിലെ ആത്മാവ്. പെന്തക്കോസ്തന്റെ, കത്തോലിക്ക, മാർത്തോമ, CSI, ലൂഥർ മിഷൻ, സൗന്ദര്യ, അപ്പോസ്തലർ, യേശുനാമക്കാര്. ഈ ഭൂമിയിൽ നമ്മുടെ എന്റെ മെസ്സേജിലുള്ള യേശുനാമ സഭയിൽ ഇരിക്കുന്ന പിശാച് തന്നെയാണ്. സ്നാനം അവർക്ക് മനസ്സിലായി, പക്ഷെ അവർ പഠിപ്പിക്കുന്ന ദൈവവചന വെളിപ്പാടുകൾ മുഴുവൻ തെറ്റാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ ഹൃദയം ഓർമ്മ കൊടുക്കില്ലേ? സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് തെറ്റുപഠിപ്പിച്ചിട്ടും പരിശുദ്ധാത്മാവാണെങ്കിൽ തിരുത്തി കൊടുക്കും. നമ്മൾ പരിശുദ്ധാത്മാവല്ല. അപ്പോൾ 1-ാമത്തെ കുതിരപ്പുറത്ത് വന്ന എതിർ ക്രിസ്തു പറഞ്ഞതാണ് അവർ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ ഇവിടെ സ്ഥാനപ്പെട്ട ഒരു പെന്തക്കോസ്ത് സഭയിൽ പോയിരിക്കുകയാണ്. പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നു, ഞാൻ ആരാധനയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പെന്തക്കോസ്തിൽ പോകുന്നു എന്ന് കേട്ടിട്ട് ഒരു സഹോദരൻ വിളിച്ച് ഞാൻ പറഞ്ഞ സഹോദര, അത് മരണത്തിനാണ്. ദൈവം ഏദൻ തോട്ടിൽ മരണം വെച്ചില്ലേ? പിശാചിനെ വെച്ചില്ലേ?
ജീവനും വെച്ചില്ലേ? ഇസഹാക്കിനെ ഇസ്മായിലിനെയും കൊടുത്തു, യേശാവിനെയും യാക്കോബിനെയും കൊടുത്തു, യേശുവിനെയും യൂദായും വെച്ചു. ജീവനും അനുഗ്രഹവും തരുന്നു, മരണവും ശാപവും ഇതെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ചോയ്സ് കൊടുത്തു? നല്ലത് തിരഞ്ഞെടുക്കുക, തീയതിനെ വിട്ടു കളയുക. അവർ തീയതിനെ എടുക്കുന്നു. അങ്ങനെ ദൈവം അങ്ങനെ പറഞ്ഞുവെങ്കിൽ വില്യം മാരിയം ബ്രൺഹാമിലൂടെ ദൈവം പറയുമ്പോഴും 2-3 രീതിയിൽ പറഞ്ഞിരിക്കണം. അവർ പ്രവാചകൻ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് തിരയുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വിമർശിക്കാനും അല്ലെങ്കിൽ എളുപ്പമുള്ളത് എന്താ പറയുക, പ്രയാസമില്ലാത്തതിനെ കുറിച്ച് അന്വേഷിച്ചാൽ ബസ്സിൽ പോകാം, എല്ലായിടത്തും പോകാം. പക്ഷെ എന്താ നമ്മൾ പോകാത്തത്? നമ്മൾ സഭാകാര്യങ്ങൾ മുദ്രയിൽ 3ാമത്തെ തവണ എടുക്കുന്നത്. അപ്പൊ നമ്മൾ വായിച്ചല്ലോ, നമുക്ക് പെന്തക്കോസിലോ അടുത്തുള്ള ഏതോ സഭയിലും ആണെങ്കിലും പോകാമല്ലോ. പ്രവാചകൻ അത് മനഃപൂർവ്വം. അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് അടിയും വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവർ അത് വഴി പോയിക്കോട്ടെ. എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വന്നവരത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ശരത്തിൽ തിരിഞ്ഞു നിന്ന നായ്ക്കൾ എന്ന് ബൈബിൾ പറയുന്നു. നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? ഓക്കെ, അപ്പോ പറയുക, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ കത്തോലിക്ക മതം പെന്തക്കോസ്ത് വരെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് 1ാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അവർ സ്നാനത്തിന് യേശു ക്രിസ്തുനാമം ഉപയോഗിക്കില്ല, മരണമടക്ക ശുശ്രൂഷയ്ക്ക് യേശു ക്രിസ്തുനാമം ഉപയോഗിക്കില്ല, വിവാഹത്തിന് യേശു ക്രിസ്തുനാമം ഉപയോഗിക്കില്ല, വീട് വെഞ്ചരിക്കുന്നതിനോ കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠയ്ക്കോ ഒന്നിനും. അവർ പിന്നെ എന്തിനുപയോഗിക്കും? അവരുടെ ആത്മീയ പിതാവായ പിശാചിനെ പുറത്താക്കാൻ അവർ യേശു ക്രിസ്തുനാമം ഉപയോഗിക്കും. അങ്ങനെ തന്നെ പറയണം, അവരുടെ ആത്മീയ പിതാവാണ്. നമ്മുടെ ആത്മീയ പിതാവാണ് കർത്താവ് യേശു ക്രിസ്തു. അത് ഒരുവനേ ഉള്ളൂ, ഇരുന്നവനും കർത്താവ്, വരുന്നവനും യേശു. അടുത്ത ഇനി വരുന്നതോ ക്രിസ്തു. ഇപ്പൊ പരിശുദ്ധാത്മാവുണ്ട്. ഇത് 3 1. 3അല്ല, ഈ 3ആയിട്ട് അറിയപ്പെട്ടത് ഒരുവൻ, കർത്താവായ യേശു ക്രിസ്തു. അവർക്കിതും 3. പക്ഷെ അവർ 3 ചേർന്ന 1 എന്ന് പറയുകയും അവരോട് സംസാരിക്കാൻ പോയാൽ അവരെപ്പോഴും 3 ആക്കിക്കൊണ്ടേ സംസാരിക്കുള്ളൂ. അവർക്ക് 3 ചേർന്ന 1 എന്ന് പറഞ്ഞാൽ പിന്നെ 1നെ കുറിച്ച് സംസാരിക്കും. അവർക്കത് ഇഷ്ടമേ ഇല്ല. എപ്പോഴും 3 ആക്കി സംസാരിക്കണം. അപ്പൊ അത് ഏതാത്മാവിന്റെ 1ാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്ന വെള്ളക്കുതിര പുറപ്പെട്ടു വന്ന അവനാണ് എതിർ ക്രിസ്തു. അവന്റെ ആത്മാവാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏകദേശ രൂപം കിട്ടിയല്ലോ. 1ാമത്തെ ചുരുക്കി പറയാം, 1ാമത്തെ സഭാകാലം ദൈവമാണ് തുടങ്ങിയത്. 11 വരെയാണ് തുടങ്ങിയത്, വിളിച്ചത്. അത് ഒരിക്കലും സുവിശേഷം ചെയ്യാൻ താല്പര്യമില്ലാതെ, അതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരിക്കൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ വിളിച്ച് ദൈവം വേർതിരിച്ചിട്ട് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു സഭ തുടങ്ങിയപ്പോൾ തെറ്റിക്കുന്നതിന് വേണ്ടി അതിനകത്തു നിന്ന് തന്നെ എതിർ ക്രിസ്തു വന്നു. പക്ഷെ എതിർ ക്രിസ്തു ആണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വസ്ത്രധാരണവും ജീവിത രീതിയും അവരുടെ വിദ്യാഭ്യാസവും എല്ലാമായിരുന്നു. അപ്പോൾ ജനമെല്ലാം അതിലേക്ക് പോയപ്പോൾ ദൈവം വിചാരിച്ചു, ഇനി ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് 1ാമത്തെ സഭയിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ളവർ പോലും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളപ്പോൾ ഗർജിക്കുന്ന സിംഹത്തിന്റെ ശബ്ദത്തോടുകൂടി പൗലോസ് അപ്പോസ്തലൻ നിർത്തിയത് അതിനെ എതിർക്കുവാനാണ്. അപ്പോൾ 1ാമത്തെ മുദ്രയുടെ കീഴിലാണ് 1ാമത്തെ സഭാകാലം കടന്നു പോകുന്നത്. ഇത്രയും കാര്യം പിടിയില്ലല്ലോ. ഇത് ഇങ്ങനെ ഓരോ കാര്യവും മനസ്സിലാക്കി പോയാലേ ആ സഭാകാലത്ത് നടക്കുന്ന ദൈവികവും അല്ലാത്തതുമായ കാര്യം പിടികിട്ടുള്ളൂ. എങ്കില് ഈ 7ാമത്തെ സഭാകാലത്തിൽ വില്യം മാരിയം ബ്രൺഹാമിലൂടെ 3 തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെവിയിലല്ല കേൾക്കുന്നത്. അത് വായിക്കുക. ആ ബ്രദർ പറയും, ബ്രദർ അത് വായിച്ചപ്പോൾ തന്നെ എന്റെ ഹൃദയം അത് സപ്പോർട്ട് ചെയ്തില്ല, എനിക്കത് മനസ്സിലായി, ശരിയല്ല. പ്രവാചകനാ പറഞ്ഞിരിക്കുന്നത് പോകാമെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയവരെല്ലാം ഉണ്ട്. ഞാൻ തന്നെ വിശ്വാസം വിളിച്ചു കൊണ്ടുവന്ന എത്രയോ ഒരു കുറച്ച് പോയിട്ട് അവസാനം ആ വീര്യം ചോർന്നിട്ട് അവരങ്ങനെയും നശിച്ചു പോവുകയാണ്. അപ്പം ആ ബേസിക് തത്വം മനസ്സിലാക്കുക. ഇനി പുസ്തകത്തിലേക്ക് വരികയാണ്. പ്രാർത്ഥനയുണ്ടായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കർത്താവ് നമുക്ക് നൽകണം. നിങ്ങൾ വന്നത് അത് ലഭിക്കുവാനാണ്. ഉറക്കം വരുന്നവർ ഒന്ന് എഴുതിയിരിക്കുകയും പുറകോട്ട് പോയത് മുഖം കേട്ടൊന്നിരിക്കുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളിത് വായിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം ഒരുവനിലൂടെ സകല സത്യങ്ങളും അവസാന നാളിൽ അറിയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയിലൂടെ അറിയിച്ചു എങ്കിൽ പിന്നെ ഞാൻ ആകാൻ പോകണ്ട, അറിയിച്ചു, അതങ്ങ് വായിച്ചാൽ മതി. പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് സഭയിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. കാര്യം നമ്മൾ കോട്ടിങ്സ് ഞാനിവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്തിട്ടല്ല കണ്ടല്ല, ചർച്ച ഗ്രൂപ്പിനകത്തിട്ടു. അവസാന നാളുകളാകുമ്പോൾ ചിലർ എഴുന്നേറ്റ് പറയും, എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു, ഇനി ചർച്ചിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും, പുസ്തകങ്ങൾ വായിച്ച് സ്ഥിതി കേട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപദേശം തരുമെങ്കിൽ ഇതേ പരിശുദ്ധാത്മാവല്ലേ സഭ തുടങ്ങി സഭയിൽക്കകത്ത് പുരോഹിതനെ വെച്ചിരിക്കുന്നത്?
അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ചെയ്യുമോ എപ്പോഴെങ്കിലും? ഇല്ല. പക്ഷെ നമ്മൾ അതുകൊണ്ടെങ്കിൽ ആശ്വസിച്ചിരുന്നോളും എന്ന് ഞാൻ വിശ്വാസിയാക്കി അവിടെ ഇരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ദൈവം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇത് വായിക്കുന്ന ഉദ്ദേശത്തിന് ഇത് പഠിപ്പിക്കുന്നതാണ്. പ്രവാചകൻ നമ്മൾ 6-7 വർഷം, ഞാൻ ഇപ്പൊ വന്നത് 13 വർഷമായി. അനേകം പുസ്തകങ്ങളിൽ പ്രവാചകൻ ഇതുപോലെ ദൈവാത്മാവിനാൽ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങളൂടെ ചേർത്ത്. അതിന്റെ അർത്ഥം ദൈവം മാറ്റമില്ലാത്തവനും അവന്റെ വഴികൾ മാറാത്തത് എന്നും ആകുന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞു പോയതിനെ കഴിഞ്ഞു പോയതിനെ ദൈവം അന്വേഷിക്കും. വലിയ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. കഴിഞ്ഞു പോയതിനെ ദൈവം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞുപോയ സഭാകാലത്ത് ദൈവം തന്റെ ഏഞ്ചലിനെ അയച്ചു പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ ജനമാണ് ധാരാളം. അതേ വിശ്വാസം അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. എവിടെ പരിശോധിക്കും? മറ്റ് സഭകളിൽ. ആ സമയത്ത് വന്ന ഏഞ്ചലിന്റെ കീഴിൽ ഒരു സഭ ഇല്ലല്ലോ, തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ട്രാക്ട് അടിച്ചിട്ട് പെന്തക്കോസ്തിലേക്ക് കൊടുക്കുന്നത്. നമ്മളെല്ലാം ഓരോ സഭകളിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ഈ സന്ദേശം വന്നപ്പോൾ പഴയതിനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നമ്മളത് ആഗ്രഹിച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു. ശരിയായത് ഏതെന്ന് അന്വേഷിച്ചിരുന്നു. അതുമായി ശരിയായി നമ്മളത് വിട്ടു പുറത്തേക്ക് വന്നു. പിന്നെ തിരിഞ്ഞങ്ങോട്ട് പോകാൻ പാടില്ല. മ്ലേച്ഛത എന്ന് കണ്ടു വിട്ടതിനെ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ പഴയത് ദൈവം അന്വേഷിക്കുന്നു പറഞ്ഞാൽ, പഴയത് വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരെയും പഴയത് അന്വേഷിക്കുന്നവരെയും ഞാനും നമ്മളൊക്കെ ആയിരുന്ന സഭയിലെ ഉപദേശം നമുക്ക് അവിടെ ആയിരുന്നു. ഇപ്പൊ ഈ തോന്നിയ പ്രദേശം അങ്ങനെ അവരവിടെ ആയിരുന്നെങ്കിലും ഇതല്ലല്ലോ, കുറച്ചുകൂടെ അറിയണമല്ലോ, ശരിയായി നീ ഉണ്ടല്ലോ എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ സ്നാനം പോലും അവർ തിരക്കിക്കൊണ്ടിരിക്കും, ഇതല്ല ശരി, ഇതല്ല ശരിയെന്ന്. അപ്പൊ പഴയത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു പറഞ്ഞാൽ, പഴയ വിശ്വാസത്തിൽ ലൂക്കോസാണ് 18:8 അവിടെ പറയുന്നത്, കർത്താവ് വരുമ്പോൾ ഈ വിശ്വാസം ഭൂമിയിൽ ഉണ്ടാകുമോ? അപ്പം അപ്പോസ്തലന്മാരിലൂടെ നൽകിയ ഉപദേശവും വിശ്വാസവും, അങ്ങനെ ഒരു വിശ്വാസം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അപ്പൊ പഴയത് അന്വേഷിക്കുന്നത് മുൻപ് ഏഞ്ചലിനെ അയച്ച് പഠിപ്പിച്ചതായ ഉപദേശത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ മുൻപുള്ള പിന്നീടായിരിക്കുന്ന സഭകളിലേക്ക് അറിയിക്കുമ്പോൾ അവർ പുറത്തേക്ക് വരികയും അവരുമായിട്ടാണ് ക്രിസ്തു തന്റെ സഭയെ പണിയുന്നത്. അവിടെ നിന്ന് പിന്നെ ഇടയ്ക്ക് പോകാനും പറ്റില്ല. അങ്ങനെ പോണവരെ കുറിച്ച് പ്രവചനം പറഞ്ഞറിയാമോ? എപ്പോഴും അറിയാമത് പറഞ്ഞേ, പിരമിഡ് പഠിപ്പിക്കും. നമ്മൾ ഇവിടെ ഇത് നമുക്ക് വിഷയം പഠിപ്പിച്ചു. പത്രോസിന്റെ ലേഖനം വിശ്വാസം, വീര്യം, ഇന്ദ്രിയം, പരോപര വിശ്വാസം. ഇത് ദൈവം ഉണ്ടാക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള കല്ലുകളെ കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയത്. ഓരോ കല്ലുകളും അതത് രാജ്യത്ത് വെച്ചാണ് ചെത്തി ഒരുക്കി റെഡിയാക്കി മിനുസമുള്ളതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിരമിഡിന്റെ ഇതല്ല പഠിപ്പിച്ചപ്പോ ഓരോ കല്ലുകളും ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളൊരു സഭയിൽ ദൈവം കൂട്ടിച്ചേർത്തു, ദൈവം വിളിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ദൈവസഭയിൽ വന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ദൈവം ഇവിടെ പണിഞ്ഞു എങ്കിൽ പിന്നെ ഇത് അങ്ങോട്ട് ഇറങ്ങി പോകില്ല. ഇത് ശരിയല്ല എന്നും അങ്ങോട്ട് പോകില്ല. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കുറിച്ച് അവൻ ദുഃഖിക്കുന്നില്ല എന്നാണ്. ഇവിടെ കൊണ്ട് പണിത് ദൈവസഭയിൽ പണിത ശേഷം ഇവിടെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു എങ്കിൽ ഇവിടെ പണിതിട്ടില്ല. അവർ പണിയുന്നതിന് മുൻപ് ഉണ്ടായ സംശയമാണ്. മടങ്ങി വന്നാൽ ഇനി തെറ്റിപ്പോകില്ല എന്നും ദൈവത്തിന് അവസാനം വരെയുള്ള കാണാൻ കഴിയുമെങ്കിൽ അവർ ഇതിന്റെ ഭാഗമാക്കും ദൈവം. മനസ്സിലായോ? എന്ന് ഒരാളെ തിരിച്ച് പറഞ്ഞു തരുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ചക്കവരത് മനസ്സിലായോ? ഇതാണ് ദൈവത്തിന്റെ സഭ. ശ്രദ്ധിച്ചു അവിടെ അവർക്കും കാണാം. ആദ്യം ധാരാളം ജനങ്ങളുണ്ടാവും. ഇഷ്ടം പോലെ ജനം ഉണ്ടായിരുന്നു. വെള്ളം ഏറ്റവും വലുതാണ് ആദ്യകാലത്ത്. ഇത് കഴിഞ്ഞ് വിശ്വാസം നമ്മൾ പാടുന്നത് വിശ്വാസം മാത്രം മതി, യേശുക്രിസ്തു വിശ്വാസത്തിൽ ജീവൻ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വിശ്വാസത്തോട് വീര്യം കൂടണം, വീര്യത്തോട് പരിജ്ഞാനം കൂടണം. ഇങ്ങനെ ഓരോന്ന് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം കഠിനമാണ്. ഇതാണ് ദൈവം തലക്കല്. ഈ കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. ഇനി താഴോട്ട് നോക്കിയാൽ ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പ് അവൻ സഹോദര പ്രീതി പ്രാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് ഈ സഭയിലുള്ള ഒരു വിശ്വാസി, കർത്താവായ യേശുക്രിസ്തു സ്ഥാനപ്പെട്ട ഒരു വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത വെക്കരുത്. അഥവാ എന്തെങ്കിലും സംസാര പ്രശ്നങ്ങളോ ഉണ്ടായാൽ വൈകുന്നേരത്തിന് മുമ്പ് നിരപ്പ് പ്രാപിച്ചോളണം, ഇല്ലെങ്കിൽ പോവില്ല. സഹോദര പ്രീതിയുടെ ഉണ്ടെങ്കിലേ പോകുള്ളൂ. അപ്പൊ ഭക്തി, ഇങ്ങനെ ഓരോ വിശ്വാസം വീര്യം, ഇത് ഓരോന്നും വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായ ഉപദേശമാണ്.
അങ്ങോട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ കൂടുന്നോ കുറയുന്നോ? ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ വെള്ള ഏറ്റവും വലുത് ഇവിടെ വന്നപ്പോൾ വിശ്വാസം കൂടിയോ കുറഞ്ഞോ? അപ്പൊ ഈ സഭയിൽ നിന്ന് പലരും പോകുന്നത്, ഇവിടെ പോയത് വ്യക്തമായി പറഞ്ഞ ഉപദേശം കഠിനമാണ്. ഇവിടെ പുരോഗതി സംസാരിക്കുന്നത് കഠിനമായി. അതാണ് ദൈവത്തിന്റെ രീതി. വേറൊരു സഭയിൽ ഇത് കാണില്ലെങ്കിൽ അവിടെ ആള് കൂടുന്നത് വിചാരിച്ചോളാം, ഇതല്ല പിന്നീട് ഇനി തലമുതൽ വെക്കണം. തുടക്കത്തിൽ കുറച്ചാളും അവസാനവും അനേകമാണ്. തിരിച്ചിട്ട് മനസ്സിലാവില്ല, ഇത് തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഈ ലൗകിക സഭകളിൽ വിശ്വാസികൾ കൂടുതൽ വിചാരിച്ചോളാം, ഉപദേശം കഠിനമല്ല, ഉപദേശം ശരിയല്ല. ഇത് ദൈവം മുൻകൂട്ടി വരച്ചതാണ്. അതിനകത്ത് ദൈവഹിതമായിട്ടേ സംസാരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആള് കുറയുമെങ്കിൽ ഏറ്റവും കുറയുമെന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടല്ലേ ഇവിടെ കുറച്ച് മാത്രം വെള്ളം വച്ചിരിക്കുന്നത്. അത്രയും മതി, അതിനെ കൊണ്ട് കർത്താവ് പോവുകയും ചെയ്യും. അതാണ് നോഹയുടെ കാലം പോലെ. അപ്പോ ഇത് കഠിനമായി വരുമ്പോൾ ഇവിടെ ദൈവം പണിതു എങ്കിൽ, ഇപ്പൊ നമ്മുടെ സഭാവിശ്വാസം കാണുന്നതില്ല, ഗോതമ്പാണ്, ഇത്രയും ആൾക്കാർ ഇരിക്കുകയാണ്. ഇത് സഭ ദൈവം പണിയുന്നു, പക്ഷെ ഗോതമ്പ് വിശ്വാസികളെല്ലാം ഇവിടെ നിൽക്കുന്നു. എനിക്ക് ഇവരെ അവസാനം വരെ വിശ്വാസത്തെ നിലനിൽക്കില്ല എന്ന് ദൈവം മുന്നമേ കാണുന്നത് കൊണ്ട് ഇവിടെ ചേർക്കില്ല. ഇനി ഈ നിൽക്കുന്നതിൽ എനിക്ക് പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. ഈ നിൽക്കുന്ന ഈ സഭയോട് ചേർത്ത് പണിയാത്തതായിട്ടുള്ള വിശ്വാസികൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ ഇവിടെ തന്നെ ആദ്യം വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കി, കടങ്ങളെല്ലാം ഉണ്ടാക്കി അവർ തിരിച്ചുപോയി. തിരിച്ച് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചു വന്ന് ക്ഷമ ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ക്ഷമ ചോദിച്ചവരുണ്ട്, ചോദിക്കാത്തവരുണ്ട്. ചോദിച്ച് മടങ്ങി വന്നിട്ട് ഇനി തെറ്റിപ്പോകില്ല എന്ന് ദൈവം കണ്ടാൽ അവരെ ഇതിന്റെ ഭാഗമാക്കും. ഇനി ഇവിടെ ഇന്ന് കർത്താവിന്റെ വരവിന് കുറച്ചു ദിവസം മുമ്പ് വരെ സംശയങ്ങളും പ്രശ്നങ്ങളും ഇവിടത്തെ കുറിച്ച് പരാതി പലവർഷം പറഞ്ഞ് നടക്കുന്ന ദൈവം ചേർക്കില്ല. എപ്പോഴെങ്കിലും പൂർണ്ണ തോതിൽ മാനസാന്തരപ്പെട്ട് ഇനി തെറ്റില്ല എന്നും കൂടെ ദൈവത്തിന് കണ്ടാൽ അവരെയും കൂടെ ഇവിടെ ഈ സഭയുടെ ഭാഗമാക്കും. അപ്പോഴും എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിട്ടുപോകാതെ നിൽക്കുന്നവരായിരിക്കും. കാര്യം ഉപദേശം കഠിനമാണ്. അതുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്. ഇവിടെ വളരെ കൂടുതലുണ്ടായിരുന്നു ആദ്യ സഭയില്. വിശ്വാസം മാത്രമതി, ഒള്ളി വിശ്വാസം, വീര്യം, പിന്നീട് വീര്യമെല്ലാം കൂടി പറ്റാൻ ഇന്ദ്രിയെല്ലാം കൂടി വരുമ്പോഴേക്കാണ് ശരിയാകാതെ വരുന്നത്. ആൾക്കാർ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനത്തോളം അല്ലെങ്കിൽ മരണപര്യന്തം വിശ്വസനായിരിക്കാൻ ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ഈ സഭ കെട്ടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്. അതെ, ഓക്കെ. ദൈവത്തിന്റെ രീതികൾ പണ്ടുണ്ടായിരുന്നതിന് ദൈവം അന്വേഷിക്കുന്നു. മുൻ തലമുറയിൽ തൊട്ട് മുൻപുള്ള സഭായുഗത്തിൽ ദൈവാത്മാവിനാൽ ഒരുവനെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ വിശ്വാസത്തിൽ ആ കാലം കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ അന്ധകാരത്തിൽ നിൽക്കുമ്പോഴാണ് ആ അന്ധകാരത്തിനിടയിൽ ചെറുപ്രകാശവുമായി അടുത്ത ഏഞ്ചലിനെ അയച്ചിട്ട് മുൻപത്തെ വിശ്വാസത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ, അതായത് നമ്മുടെ അടുക്കിലേക്ക് സുവിശേഷം അറിയിച്ച ഒരാൾ വന്നു പറഞ്ഞപ്പോൾ നമുക്കത് ശരിയായി പോരുകയും അതുവരെ എന്റെ കുടുംബം, എന്റെ ചർച്ച ജന്മന ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ വിട്ടില്ലേ, അത് നമുക്ക് എന്തായി? ചാപ്പവും ചവറുമായി. ശരിയെന്ന് ബോധ്യമാതിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ അതേ പരിശുദ്ധാത്മാവപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിശ്വാസത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രാഗ് അടിച്ചുകൊണ്ട് ലോകത്തിൽ പെന്തക്കോസ്ത് വരെയുള്ള സഭകളിൽ പോകുന്നു. അപ്പൊ പഴയ വിശ്വാസമുള്ളവർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഡ്രാഗ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി അടുത്ത് വരുന്ന മാരവൺ കൺവെൻഷനിൽ പോകണം. പോകണല്ലോ. ഓക്കെ, അടുത്ത് മാരവൺ കൺവെൻഷനിൽ പോകണം. ഇനി പോകണം. മുമ്പ് പോയതൊക്കെ ഒന്നുകൂടെ പോകണം. 5 വർഷം മുമ്പ് മാരാമണിൽ പോയത്, ഇനി കൊണ്ടുപോകണം. അപ്പൊ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ വിശ്വാസത്തിലുള്ളവർ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ ഈ ലോകത്ത് ഒരു മുത്ത് കണ്ടെത്തി ഇവിടെ ഉള്ളത് വിറ്റിട്ടായാലും നമ്മൾ അത് വാങ്ങിക്കുന്നത് അത് മുത്താണെന്ന് കണ്ടത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ ഒന്നും വിറ്റില്ല. ഇവിടെ വിറ്റുവെങ്കിൽ നമ്മൾ അവിടെ വാങ്ങിച്ചു. കർത്താവിന്റെ നാമത്തെ പ്രതി നമ്മൾ എന്ത് ചെയ്തെന്നാലും നമ്മൾ അവിടെ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയാണ്. ഓക്കെ, അപ്പൊ പഴയത് ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഉണ്ടാകുവാനുള്ളതോ ഉണ്ടായി കഴിയും. അപ്പൊ വരുവാനുള്ള വിശ്വാസത്തിന്റെ പൂർവ്വം നമ്മളിപ്പോ 7ാമത്തെ സഭാഗത്തിൽ പഠിപ്പിക്കുന്ന ഈ വിശ്വാസം എല്ലാം ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. 1ാമത്തെ സഭയിൽ വന്ന് പൂർത്തിയാക്കിയ ആ വിശ്വാസത്തിൽ തെറ്റിപ്പോയവരെയാണ് യഥാസ്ഥാനത്ത് വിളിച്ചുകൊണ്ടുവരുന്നത്. ഓക്കെ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്നും നമുക്കറിയാം ആദ്യ സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നും ദൈവം ആ സഭയിൽ തന്നെ എപ്രകാരം ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തി എന്നും ദൈവം വചനം ഒരിക്കലും മാറുകയില്ല. കാരണം വചനം ദൈവമാകുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതിന്റെ ഒരു വാക്കും മാറ്റുകയാൽ
മാറ്റുകയെന്നാൽ ഹൗവ ചെയ്തതുപോലെ തന്നെ പാപവും മരണവും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സഭയാണത് പഠിപ്പിക്കും. ഇവിടെ തൊട്ട് വായിച്ചത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് നമുക്കറിയാം. എന്തറിയാം? അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അറിയാം എന്നുള്ളത് ദൈവത്തിൽ നിക്ഷിപ്തമാണ്. അത് എന്റെ ഉള്ളിൽ വരണം. ഈ വരി വായിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടണം. എന്തറിയാം? ദൈവം അപ്പോസ്തലന്മാരിലൂടെ പഠിപ്പിച്ച വിശ്വാസം, സ്നാനം, പ്രത്യാശ, കൈവെപ്പ്, കൂട്ടായ്മ, അപ്പം നോക്കൽ, സഭയുടെ രീതി എങ്ങനെയായിരിക്കണം, ഏതുവരെ സഭയിൽ പോകണം, ഏതുവരെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും, എപ്പോഴാണ് ഈ സഭയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ് വീടുകളിലായിരിക്കുമ്പോൾ അത് മതി എന്ന് പറയുന്ന കാലമുണ്ട്. ആ കാലത്തിലേ പോകാവൂ. അപ്പൊ ഇതെല്ലാം ദൈവത്തിന് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയണം. സ്നാനം ഒന്ന് കർത്താവായ യേശുക്രിസ്തു നാമത്തിലാണ്, അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നതും എനിക്കറിയണം. ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ ജീവിതവും വിശ്വാസവും വസ്ത്രധാരണവും ജീവിത രീതികളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് എന്റെ രീതിക്കാക്കിയിട്ടും ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ എന്തോ പൂർണ്ണതയുള്ളവനല്ല, അവനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവനാണെന്ന് കാണിക്കുന്നു. ദൈവവചനം അങ്ങനെയല്ല. നാമാണ് അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ വചനം പോലെ ആയി വരാനുള്ളത്. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അറിയാം ആദ്യ സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്ന്. ആദ്യ സഭ സ്ഥാപിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശ്രദ്ധിച്ചത് മെയിൻ പോയിന്റുകളാണ്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബന്ധുക്കൾ മറ്റു പല സഭകളിൽ ഇരിക്കുകയാണ്. ഒന്നാമതൊരു കാര്യം മനസ്സിലോ, അവരെ നയിക്കുന്ന പുരോഹിതന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആരാണ്? ഒന്നാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്ന എതിർ ക്രിസ്തുവാണ്. അവൻ നാമം നിഷേധിക്കാൻ വന്നവനാണ്, നാമം നൽകാൻ വന്നവനാണ് അപ്പോസ്തലന്മാർ. അതിനെ ഉറപ്പിക്കാനാണ് ദൈവം ഒരു ഏഞ്ചലിനെ അയച്ചത്. ഞാൻ അത് വ്യക്തമായിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിൽ ഇതുവരെ പഠിപ്പിക്കാത്ത തരത്തിൽ ഇപ്പം ദൈവം കൂടി പഠിപ്പിച്ചത് ഈ ഓരോ കാലത്തിലും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി, സിംഹത്തെ നൽകി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ ലാസ്റ്റ് എത്തുമ്പോൾ വില്യം മരിയം ബ്രൻഹാമിനെ ദൈവം ഉപയോഗിച്ചതാണോ, അതിൽ വല്ല വാസ്തവമുണ്ടോ, അങ്ങനെ വരേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് നമുക്ക് ക്ലിയർ ആയി പോകും. ഇവിടെ മുതലേ ക്ലിയർ ആയി പോകും. ഇതിപ്പോ ഒന്നാമത്തെ സഭാവിൽ നമുക്ക് ബൈബിളിലുണ്ട്, അപ്പോസ്തലന്മാരുടെ വിശ്വാസമായിട്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാൽ രണ്ടാം സഭാകാലത്തിൽ ഒരു ദൂതനെ അയച്ചത് എന്തിനെ എന്നത് പഠിപ്പിക്കുമ്പോഴാണ് ഈ വില്യം മരിയം ബ്രൻഹാമിനെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ നിലവുകളിൽ പോലും തെറ്റ് വന്നിട്ട് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം ദൈവമാണ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളെയും. ഓക്കെ, ഇപ്പൊ നിർത്താം. ഇതിനാൽ നമുക്കറിയാം ആദ്യ സഭ എങ്ങനെ